Hello everyone. This is one of the very interesting session because this is related to user interface. അതായത് പവർ ബി ഐ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കളർ കോഡിംഗ് ഇൻ പവർ ബി ഐ. നമുക്കറിയാം, നമുക്ക് ഓൾറെഡി ഒരു ഡാഷ്ബോർഡ് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് അറൗണ്ട് 5 ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ദെയർ സെയിൽസ് ഓർഡറിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഓർഡറിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിവിടെ ഈ ഒരു സെയിൽസിൻ്റെ ഓർഡറിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫോർ എക്സാമ്പിൾ എബോവ് 50 ആൻഡ് ബിലോ 100 എന്ത് ചെയ്യണം, നമുക്ക് ഒരു കളർ വരണം. അതുപോലെ തന്നെ എബോവ് 100 ആൻഡ് ബിലോ 200 നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു കളർ വരണം. സോ എബോവ് 200 നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു കളർ വരണം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനത്തെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറൻ്റലി നമുക്ക് ഡാക്സ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും ഈ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ട് നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ് വൺ മെഷർ ഹിയർ, ഐറ്റം കളർ. ഓൾറെഡി ഒരു മെഷറിൻ്റെ പേര് ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, വേരിയബിൾ ഓർഡർ. ഓക്കെ, ഓർഡർ എന്നുള്ളൊരു വാല്യൂ ഡിക്ലെയർ ചെയ്യുകയാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡേഴ്സ് എന്നുള്ള മെഷേഴ്സ് ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഇനി ഞാൻ നെക്സ്റ്റ് ലൈനിൽ റിട്ടേൺ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് കാരണം നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട്, കാരണം ഇൻ ബിറ്റ്വീൻ ഗ്രേറ്റർ ദാൻ 50 ആൻഡ് ലെസ് ദാൻ 100, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 100 ആൻഡ് ലെസ് ദാൻ 200, ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, വാല്യൂസ് കൊടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സോ മൾട്ടിപ്പിൾ കണ്ടീഷൻ വി നീഡ് ടു ചെക്ക്. ഞാൻ എന്ത് ചെയ്തു, സ്വിച്ച് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബേസിക് ഫോർമാറ്റിനകത്ത് എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്, ട്രൂ. എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് കോമ കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് എനിക്ക് എന്ത് ചെയ്യണം, ഈ ഓർഡറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50 ആൻഡ് ഓർഡറിൻ്റെ വാല്യൂ ലെസ് ദാൻ 100, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഞാൻ ഓൾറെഡി കുറച്ച് കളേഴ്സ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്കത് വരേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂ കൊടുത്തു. ഇവിടെ നെക്സ്റ്റ് കോമ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, വി ക്യാൻ കോപ്പി ദ സെയിം ഫോർമാറ്റ്. ഓർഡർ ഗ്രേറ്റർ ദാൻ 100ഉം ലെസ് ദാൻ 200 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു കളറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ആ കളറോടെ കൊടുത്തു. ഇനി നമുക്ക് ഞാൻ എന്ത് ചെയ്തു, സെയിം സംഭവത്തിനെ കോപ്പി ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ 200 എന്നുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ബാക്കിയുള്ള ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 200 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, വേറൊരു കളറാണ് എന്ത് ചെയ്തത് കൊടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ആ കളർ കോപ്പി ചെയ്തു, ജസ്റ്റ് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ ട്രൂ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ സെയിം ബ്രാക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യണം. സോ ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഇതിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ ബാർസ് എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്തു. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. സോ യു ക്യാൻ സി ഈ യെല്ലോ കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് വാല്യൂസ് എന്നുള്ളടത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കളർ എന്നുള്ള മെഷർ, ഐറ്റം കളർ എന്നുള്ള മെഷർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അവൈലബിൾ ആയിരിക്കും. അത് ജസ്റ്റ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നമ്മൾ കൊടുത്തിട്ടുള്ള ഇത് ഇൻ ബിറ്റ്വീൻ 50 to 100 ആണ്. ഇത് 100നും 200നും ബിറ്റ്വീൻ ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 200 ആണ്. സോ ദിസ് ഈസ് മാജിക്കൽ കോഡിംഗ്, ഡാക്സ് കോഡിംഗ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിനകത്ത് അപ്ലൈ ചെയ്യാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ മാനേജേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൂടുതലായിട്ട് അട്രാക്റ്റ് ആക്കാനും അതുപോലെ കൂടുതൽ ഡിസിഷൻസൊക്കെ നമുക്ക് അതിൽ ജനറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.